രാവിലെ വെള്ളയാണി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി വെള്ളയാണിക്കായലിന്റെ അടുത്ത് നിർത്തിയിട്ട് കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. അതിരാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സുഖമാണ്. ഞാനവിടെ നിന്ന സമയത്ത് തന്നെ 2 ചേട്ടന്മാർ കായലിലേക്ക് വലയിടുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. വെള്ളയാണി കായലിന് കുറുകെയുള്ള ഈ റോഡ് ഉടനെ പൊളിക്കും. ഇവിടെ മേൽപ്പാലം വരാൻ പോവാണ്. കായലിനോട് ചേർന്ന് നടക്കുന്ന ഈ റോഡിൽ നിന്നുകൊണ്ടുള്ള കാഴ്ച ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. തിരികെ വരുന്ന വഴി തിരുവല്ലത്ത് മമ്മാത്തന്റെ കടയിൽ നിന്ന് നല്ല പുട്ടും മുട്ടക്കറിയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് കടയിലോട്ട് പോകണം. എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ വിമാനം ഇത്രയും താഴ്ന്ന് സഞ്ചരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. വൈകുന്നേരങ്ങളിൽ കല്ലുമൂട് പാലത്തിന് മുകളിലായിട്ട് എപ്പോഴും ഒരു തിക്കും തിരക്കും ഉണ്ടാവും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രണ്ടിന്റെ കൂടെ ചുള്ളിമാനൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ തിരിച്ചു വരുന്ന വഴി ചുള്ളിമാനൂരിലെ നജീബ് ഹോട്ടലിൽ നിന്ന് നല്ല ഉറട്ടിയും ബീഫും മട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. 55 വർഷമായിട്ട് ഈ ഹോട്ടലിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് ഫ്രണ്ടിന്റെ കൂടെ ശാലയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. രാത്രിയത്തെ വിശപ്പടക്കാനായിട്ട് കുറവങ്കോണം വസന്തഭവനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഈ ഒരു ഇഡ്ലി വിത്ത് പായ എന്ന് പറയുന്ന ഒരു ഐറ്റം ഒരു മസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് ട്രൈ